എന്താ രാമേന്ദ്ര പ്രശ്നം? ശരിക്കും പറയണമെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? രാമേന്ദ്ര, നീ എന്നെ കുത്തുവാൾ എടുപ്പിക്കരുത്. അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. ഇന്നും കിട്ടിയില്ലേ? കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ്, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ. എഴുതി വെച്ചത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ. പുരുഷൻ അല്ല, സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ, ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽ പവർ ഉള്ള സ്ത്രീ തന്നെയാണ്. 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. പക്ഷെ പുരുഷന്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാച പ്രചരണം വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നീ ദൈവടാ, നീ ദൈവ. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാൾ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഇവരുടെ എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ രീതി ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ.